ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹലോ പ്ലസ് വൺ എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നു മുതൽ ഞാൻ ഹലോ പ്ലസ് വൺ എന്ന പേരിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് NCERT സിലബസിൽ വരുന്ന എസ്പെഷ്യലി കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് മലയാളത്തിൽ പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ ഓരോ ചാപ്റ്റേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ വ്ലോഗ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ബ്രീഫായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് കിട്ടും എന്ന രീതിയിലാണ് ഓരോ വ്ലോഗ്സും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലസ് വൺ എക്കണോമിക്സ് ആണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന. എക്കണോമിക്സും അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് പാർട്ടായ സ്റ്റാറ്റിസ്റ്റിക്സും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പ്ലസ് വൺ എക്കണോമിക്സിനെ കുറിച്ച് ആദ്യം ഒരു രണ്ട് വാക്ക് പറയാം. ഏറ്റവും എളുപ്പത്തിൽ 80 ഔട്ട് ഓഫ് 80 മേടിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ് പ്ലസ് വണ്ണിലെ എക്കണോമിക്സ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി കേരള സിലബസിൽ. കാരണം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എളുപ്പത്തിൽ ഫുൾ മാർക്സ് മേടിക്കാൻ പറ്റുന്ന, എളുപ്പമായിട്ട് നമുക്ക് അധികമൊന്നും കഷ്ടപ്പെടാതെ തന്നെ ഫുൾ മാർക്സ് മേടിക്കാൻ കഴിയുന്ന സബ്ജക്റ്റാണ് പ്ലസ് വണ്ണിലെ എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കണോമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററാണ് ആദ്യം ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കണോമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നത് പൊർട്രേ ചെയ്യുന്ന, എന്ത് കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇത് എക്കണോമിക്സിലെ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ബ്രീഫായിട്ട് ഞാൻ പറയുകയാണ്. ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് പറഞ്ഞായിരിക്കും ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമി അവർ അടിച്ചമർത്തുകയായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഡിസ്ട്രക്ഷൻ ഓഫ് ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ, നമ്മുടെ കാർഷിക മേഖല, നമ്മുടെ വ്യവസായ മേഖല, വാണിജ്യം, ഇങ്ങനെയുള്ള ഇന്ത്യ അന്ന് ഉയർന്നു നിന്നിരുന്ന പല മേഖലകളിലും ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി നമ്മളെ എല്ലായിടത്തും അടിച്ചമർത്തുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഒരു കോളനിയായി മാറുകയായിരുന്നു. അതാണ് കൊളോണിയലിസം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ ആദ്യം തന്നെ ഇതിൽ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് GDP. നമ്മുടെ GDP എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗുഡ്സ് പ്രൊഡക്ഷൻ, സർവീസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ്. അത് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്തടുത്ത ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പം അന്ന് നമ്മുടെ GDP, നമ്മുടെ ഗ്രോത്ത് എന്ന് മനസ്സിലാക്കുക, ഗ്രോത്ത് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ അത് നമ്മുടെ ഇന്ത്യാസ് നാഷണൽ ഇൻകം, ഇന്ത്യക്ക് എത്രമാത്രം വരുമാനമുണ്ട് എന്നുള്ളത് ഒരുപാട് ആളുകൾ, എക്കണോമിസ്റ്റുമാർ, എമിനൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് ഇൻ എക്കണോമിസ്റ്റ്, എസ്പെഷ്യലി ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബേ, ഫിൻലെ ഷിറാസ്, VKR വീറാവോ, RC ദേശായി, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ്. അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് VKR റാവുവിൻ്റെ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ആണ്. ഇതെപ്പോഴും എക്സാമിന് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് സിമ്പിളായിട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ ചാപ്റ്ററിൽ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അപ്പം ആദ്യം അഗ്രികൾച്ചറൽ സെക്ടറിൽ എങ്ങനെയാണ് ബ്രിട്ടീഷ് റൂള് അഫക്റ്റ് ചെയ്യപ്പെട്ടത്, അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്ത് സംഭവിച്ചു. അപ്പം ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ടെക്സ്റ്റിൽ പറഞ്ഞതനുസരിച്ച് അഗ്രികൾച്ചറൽ സെക്ടർ വാസ് ഇൻ എ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖല സ്തംഭിച്ചു പോയിരുന്നു അന്ന് കാലത്തിൽ. ലോ പ്രൊഡക്ടിവിറ്റി, നമ്മളെപ്പോഴും ഓരോ ആൻസേഴ്സ് എഴുതുമ്പോഴും പോയിന്റ് വൈസ് എഴുതുന്നതാണ് എപ്പോഴും എക്കണോമിക്സിന് ഫുൾ മാർക്സ് മേടിക്കാൻ നല്ലത്. അപ്പം ലോ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. അപ്പം ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് പറയുന്നത് കടക്കെണി, ഇൻക്രീസ്ഡ് ഇൻഡെറ്റ്നെസ്, കടക്കെണി വളരെ കൂടുതലായിരുന്നു. ഫാമേഴ്സ് ഒരുപാട് കടം വളരെ കൂടുതലായിരുന്നു അന്നത്തെ കാലത്ത്. അതുപോലെ തന്നെ ഇൻസ്റ്റൻസസ് ഓഫ് ഫാമേഴ്സ് സൂയിസൈഡ്, ആളുകൾ ഫാമേഴ്സ് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത അന്ന് വളരെ കൂടുതലായിരുന്നു. ഫ്രീക്വന്റ് ഫാമിൻസ് ആൻഡ് ഫുഡ് ഷോർട്ടേജസ് എന്ന് പറയുമ്പോൾ ക്ഷാമം, ആഹാരത്തിൻ്റെ ക്ഷാമം വളരെ കൂടുതലായിരുന്നു. പോവർട്ടി അമംഗ് ഫാമേഴ്സ് ആൻഡ് ലാൻഡ്ലെസ് ലേബറേഴ്സ്, ആളുകൾക്കിടയിൽ വലിയ, എസ്പെഷ്യലി ഫാമേഴ്സിനിടയിൽ വലിയ പോവർട്ടി ആയിരുന്നു, ദാരിദ്ര്യമായിരുന്നു അന്നേ കാലത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആണ്. ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഒരു 3 സെറ്റിൽമെന്റ് സിസ്റ്റംസ് പഠിക്കാനുണ്ട് നമുക്ക്. ജമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം. അപ്പം ഈ 3 സെറ്റിൽമെന്റ് സിസ്റ്റംസിനകത്ത് അധികം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല.
അധികം എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയേണ്ട ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ബേസിക്കലി ഇത് മൂന്നും ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും ഗവൺമെന്റിന് ടാക്സ് മേടിക്കാനുള്ള, ബ്രിട്ടീഷ് ഗവൺമെന്റിന് അടക്കേണ്ട ടാക്സ് മേടിക്കാനുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ആണ്, സമ്പ്രദായങ്ങളാണ്, ടാക്സ് മേടിക്കാനുള്ള സമ്പ്രദായങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ വന്നതോടുകൂടി ഫാമേഴ്സിന് കൂടുതലായിട്ട് അവർക്ക് സോഷ്യൽ ടെൻഷൻ, ഇമെൻസ് മിസറി എന്ന് പറയുക, അവർക്ക് ദാരിദ്ര്യം കൂട്ടുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിലുള്ള ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് വന്നിരുന്നത്. അടുത്തത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് കൂടുതലും ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചിരുന്നത്, അന്ന് ഇന്ത്യ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഫുഡ് ക്രോപ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അരി, ഗോതമ്പ്, അങ്ങനെയുള്ള നമുക്ക് കഴിക്കാൻ കഴിയുന്ന ക്രോപ്സ്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്നപ്പോൾ അവർ പറഞ്ഞിരുന്ന, അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ക്യാഷ് ക്രോപ്സിനാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കുമ്പോൾ കൂടുതൽ പൈസ കിട്ടുന്ന ക്രോപ്സ്, എസ്പെഷ്യലി കോട്ടൺ, ജൂട്ട്, അങ്ങനെയുള്ള കൃഷിക്കായിരുന്നു ബ്രിട്ടീഷുകാർ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്ത്യയുടെ കംപ്ലീറ്റ് അഗ്രികൾച്ചറൽ പാറ്റേൺ മാറി. അത് ഫാമേഴ്സിന് ഒരുപാട് ദോഷം ചെയ്തു. അതാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഒരു വാണിജ്യ മേഖലയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ. അവസാനത്തെ പോയിന്റ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള സമ്പ്രദായങ്ങൾ ഫാമേഴ്സിന്, എസ്പെഷ്യലി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഏറെ വെള്ളം ആവശ്യമുണ്ട്, എന്നാൽ അതിൻ്റെ ലഭ്യത കുറവ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ. അപ്പോൾ ഓർത്തോളുക, +1 എക്കണോമിക്സിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷനെ കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ട പോയിന്റ്സ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സെക്ടേഴ്സും അടിച്ചമർത്തപ്പെടുക തന്നെയായിരുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഡിസപ്പിയറൻസ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി. അതായത് നമ്മുടെ ഇന്ത്യയുടെ തനതായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് അതെല്ലാം ഡിസപ്പിയർ ചെയ്തു. കാരണം ബ്രിട്ടീഷുകാർ അതിനെ അധികം പ്രൊമോട്ട് ചെയ്തില്ല. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് കൺസംഷൻ പാറ്റേൺ. അതായത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ എടുത്ത പോളിസികൾ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ, ഇന്ത്യക്കാര് കൂടുതലായും ബ്രിട്ടനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീൻ മെയ്ഡ് ഗുഡ്സ്, മെഷീനിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ അത് ചീപ്പായിരിക്കും, ആളുകൾ അത് കൂടുതൽ മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനത്തെ ചില പോളിസികളാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് ഹാഫിൽ, അതായത് ഒരു 1850 ശേഷം ഉള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ പതുക്കെ മോഡേൺ ഇൻഡസ്ട്രീസ് പതുക്കെ വന്നു തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് കോട്ടൺ മിൽസ് അതുപോലെ ജൂട്ട് മിൽസ് ഇന്ത്യയിൽ വന്നത്. കോട്ടൺ മിൽസ് മഹാരാഷ്ട്ര, ഗുജറാത്തിലും ജൂട്ട് മിൽസ് ബംഗാളിലുമാണ് വന്നത്. ആ കാലഘട്ടത്തിൽ പിന്നീട് 1907 ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യയിൽ വന്നു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോയാണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ നാഴികക്കല്ല്, വ്യവസായ മേഖലയ്ക്ക് ഒരു നാഴികക്കല്ലായി മാറിയത് ടിസ്കോ ആയിരുന്നു, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അത് വളരെ പ്രധാനമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ പിന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി വളരെ മോശമായിരുന്നു. എന്നിട്ട് പോലും, കാരണം ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വലിയ മെഷീനറി, അങ്ങനെയുള്ള നമുക്ക് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ മെഷീനുകൾ, അങ്ങനെ വലിയ സാധനങ്ങൾ ഉണ്ടാക്കുന്ന, എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി. അപ്പം ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി അന്നേ കാലത്ത് ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു. അതും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് നമുക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അധികം സാധിക്കാതെ പോയതിന്റെ ഒരു കാര്യമാണ് നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി നമുക്ക് ഇന്ത്യയിൽ അധികം ഇല്ലായിരുന്നു. അതൊരു കാര്യമാണ്. അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ഷുഗർ, സിമന്റ്, പേപ്പർ ഇതുപോലെയുള്ള ഇൻഡസ്ട്രീസ് അന്ന് ഒരുപാട് വളർന്നു വന്നു ഇന്ത്യയിൽ. അടുത്തതായി പഠിക്കേണ്ടത് GDP എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ GDP ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് വളരെ കുറവായിരുന്നു. ഇത്രയും കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും പോയിന്റ്സ് ആണ് ഇൻഡസ്ട്രിയൽ സെക്ടർ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായി, എന്തെല്ലാം സംഭവിച്ചു എന്നൊരു ചോദ്യം, ഇമ്പാക്ട് ചോദിച്ചാൽ എഴുതേണ്ടത് ഇത്രയും പോയിന്റുകൾ കൂട്ടിച്ചേർത്താണ്. അപ്പൊ ഇത്രയും മാത്രമേ നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പഠിക്കാനുള്ളൂ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡ് ആണ്. ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്ക് പണ്ട് കാലഘട്ടങ്ങളിൽ
ഒട്ടനവധി രാജ്യങ്ങളുമായി ഒരുപാട് ട്രേഡ് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ബിസിനസ് മറ്റ് രാജ്യങ്ങളുമായി ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ഫോളോ ചെയ്ത പോളിസിയുടെ പേര് പ്രത്യേകം പഠിക്കേണ്ടിയിരിക്കുന്നു. റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസി. അതെന്താണെന്ന് പറയാം. അതിന്റെ അർത്ഥം ഇതാണ്. പണ്ട് കാലങ്ങളിൽ ഇന്ത്യ ഇപ്പം നമ്മൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടൺ, ജൂട്ട് ഉപയോഗിച്ച് നമ്മൾ ഫാബ്രിക്സ്, തുണിയെല്ലാം നിർമ്മിച്ചതിന് ശേഷം നമ്മൾ അത് മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കുകയായിരുന്നു പതിവ്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നപ്പം അവരെന്ത് ചെയ്തെന്ന് അറിയോ? അവര് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കോട്ടൺ, ജൂട്ട് അതെല്ലാം അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ആയിട്ട് അസംസ്കൃത വസ്തുക്കൾ അത് നേരെ അവർ ബ്രിട്ടനിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. എന്നിട്ട് ബ്രിട്ടനിൽ അവരുടെ മെഷീൻ ഉപയോഗിച്ച് അത് പ്രോസസ് ചെയ്ത് ക്ലോത്ത്സ് ആക്കും. ശേഷം അത് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ക്ലോത്ത്സ് ആക്കി തിരിച്ച് ബ്രിട്ടീഷുകാർ കൊണ്ടുവരും. അത് നമ്മൾ മേടിക്കണം. അതായിരുന്നു റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസി. ഇങ്ങനെ ഒരു പോളിസി ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യൻ ഫോറിൻ ട്രേഡ് പോളിസിയിൽ ബ്രിട്ടീഷുകാരെടുത്ത പോളിസി ആയിരുന്നു റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസി. ഇത് ഇന്ത്യയെ ഒരുപാട് ദോഷമായിട്ട് ബാധിച്ചു. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് വില മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. പക്ഷെ അതേസമയം ഇത് തുണിയായി മാറിക്കഴിഞ്ഞാൽ നമുക്കിത് മേടിക്കണം എന്നുണ്ടെങ്കിൽ വില കൂടും. അത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമായിരുന്നു. അപ്പൊ അതാണ് ഫോറിൻ ട്രേഡിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെന്റൻസ് ഉണ്ടാവും. ദ ഓപ്പണിംഗ് ഓഫ് സൂയിസ് കനാൽ ഇന്റൻസിഫൈഡ് ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. ഈ ഒരു സെന്റൻസ് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഇത് ഫില്ലപ്പിലൊക്കെ ചോദിക്കുന്നതാണ്. ദ ഓപ്പണിംഗ് ഓഫ് ഡാഷ്. അപ്പം സൂയിസ് കനാൽ എന്നുള്ള ആൻസർ അതെപ്പോഴും പരീക്ഷ ചോദിച്ച് കണ്ടുള്ള ചോദ്യമാണ്. അതായത് സൂയിസ് കനാൽ വന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ആഫ്രിക്ക ചുറ്റി വരേണ്ട ആവശ്യം വന്നില്ല. അതായത് സൂയിസ് കനാൽ വന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് എത്താൻ സാധിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഒരുപാട് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തു. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അതാണ് പറയുന്നത് ഫ്ലോ ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് ടുവേർഡ്സ് ഇന്ത്യ വാസ് വെരി ലെസ്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് ബ്രിട്ടീഷുകാര് ഗോൾഡോ സിൽവറോ അതുപോലെയുള്ള വില കൂടിയ സാധനങ്ങളൊന്നും നമ്മുടെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിരുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് സർപ്ലസ് നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾ അവരെന്തിനു ഉപയോഗിക്കുന്നു? ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, വാർ, യുദ്ധത്തിന്റെ സമയത്ത് വേണ്ട പൈസ അതിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഈ കൊളോണിയൽ ഗവൺമെന്റിന്റെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ബ്രിട്ടനിലുള്ള ഓഫീസുകളിലെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി പൈസ ഉപയോഗിച്ചു. മൂന്നാമത്തെ കാര്യം ഇൻവിസിബിൾ ഐറ്റംസ്, ഇമ്പോർട്ട് ഓഫ് ഇൻവിസിബിൾ ഐറ്റംസ്. ഇൻവിസിബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സർവീസുകളാണ് ഉദ്ദേശിക്കുന്നത്, സേവനങ്ങളാണ്. സേവനങ്ങളുടെ ഇറക്കുമതിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇങ്ങനെ 3 കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ഇവിടുന്നുള്ള എക്സ്പോർട്ട് സർപ്ലസ്, നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്ത കാര്യങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഫോറിൻ ട്രേഡിൽ നമുക്ക് പഠിക്കാം. അടുത്തതെന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ആണ്. എന്താണ് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്? വളരെ സിമ്പിൾ ആണ്. ജനത, പോപ്പുലേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതാണ് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ച സമയത്ത് നമ്മുടെ പോപ്പുലേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ഒഫീഷ്യൽ സെൻസസ്, ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടന്ന ആദ്യത്തെ വർഷം ആദ്യം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1881 1881 ആദ്യമായി ഇന്ത്യയിൽ സെൻസസ് ഒഫീഷ്യലായിട്ട് നടന്നത്. അത് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഈ ടോപ്പിക്കിൽ മനസ്സിലാക്കാനുള്ളത് 1921 എന്ന വർഷത്തിന്റെ പ്രാധാന്യം. 1921 എന്ന് പറയുന്ന വർഷത്തെ ദ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നാണ് പറയുന്നത്. കാരണം 1921 മുൻപും 1921 ശേഷവും അങ്ങനെ നമുക്ക് ഇന്ത്യയിലെ ആ കാലഘട്ടത്തിൽ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. മനസ്സിലാക്കുക. 1921 മുൻപ് ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു. 1921 ശേഷം ഇന്ത്യ സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നു. എന്താണ് ഈ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്? ഫസ്റ്റ് സ്റ്റേജിൽ ഇന്ത്യയിലെ ബർത്ത് റേറ്റ് വളരെ കൂടുതലായിരുന്നു, ഡെത്ത് റേറ്റും വളരെ കൂടുതലായിരുന്നു. ആളുകൾ ജനിക്കുന്നതും
മരിക്കുന്നതിന്റെയും നിരക്ക് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പോപ്പുലേഷൻ, ജനസംഖ്യയുടെ വർധനവ് വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു 1921 മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 1921 ശേഷം ഇന്ത്യ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബർത്ത് റേറ്റ് കൂടി, പക്ഷേ ഡെത്ത് റേറ്റ് കുറഞ്ഞു. അങ്ങനെയുള്ളപ്പം പോപ്പുലേഷൻ കൂടും. ആ സ്റ്റേജിന് നമ്മൾ സ്റ്റേജ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയും. കാരണം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ അങ്ങ് എക്സ്പ്ലോഡ് ചെയ്യുക, അത്രത്തോളം വലുതാവും. കാരണം ആളുകൾ ജനിക്കുന്നതിന് നിരക്ക് വളരെ കൂടുതലാണ്, എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ മരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ പോപ്പുലേഷൻ വളരെ കൂടും, പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ് കൂടും. അതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഇപ്പോഴും ഇന്ത്യ ആ ഒരു സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് പ്രത്യേകം പഠിക്കുക. 1921 ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. ഈ ഒരു 3-4 പോയിന്റ്സും കൂടെ മാത്രമേ ഇതിനകത്ത് ബാക്കിയുള്ളൂ, ഡെമോഗ്രഫിക് കണ്ടീഷൻസിനകത്ത് ബാക്കിയുള്ളൂ. അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ദ ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക് 16% താഴെയായിരുന്നു. രണ്ടാമത്തെ കാര്യം, പബ്ലിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു. ഇറ്റ് വാസ് ഇന്നാഡിക്വേറ്റ് എന്നാണ് പറയുന്നത്. കാരണം ആളുകൾക്ക് അത് ഒട്ടും പോരായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് കെയർ, ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഫെസിലിറ്റീസ് വളരെ കുറവായിരുന്നു. മൂന്നാമതായിട്ട് പറയുന്നത്, നമ്മുടെ ഇവിടെ പോവർട്ടി വളരെ കൂടുതലായിരുന്നു. നാലാമതായിട്ട് പറയുന്നത്, നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരുന്നു, അതായത് മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. അതിനകത്ത് തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശു മരണനിരക്ക് അതിനേക്കാൾ കൂടുതലായിരുന്നു. 218 ആയിരുന്നു അന്ന് ശിശു മരണനിരക്ക്. എന്നാൽ ഇപ്പം അത് 63 ചുരുങ്ങി. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ, അതാണ് കാര്യം. അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസി. അതായത് ഒരാൾ ഇത്ര കാലം വരെ ജീവിക്കും എന്ന് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ കൽപ്പിക്കുകയാണ്. അതാണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി അന്നേ കാലത്ത് 32 ആയിരുന്നു. ഒരാൾ 32 വയസ്സ് വരെ ഒരു ആവറേജിൽ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നായിരുന്നു അന്നത്തെ ലൈഫ് എക്സ്പെക്ടൻസി. പക്ഷെ ഇപ്പൊ അത് 63 ഇത്രയും പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾ ഡെമോഗ്രഫിക് കണ്ടീഷൻസിന്റെ ഇമ്പാക്ട് ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പൊ ഡെമോഗ്രഫിക് കണ്ടീഷൻസും അപ്പോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ബ്രിട്ടീഷുകാർ ഭരിച്ച കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു ആളുകളുടെ തൊഴിൽ നിന്നിരുന്നത്, ഏതൊക്കെ മേഖലയിലായിരുന്നു ആളുകൾ തൊഴിൽ ചെയ്തിരുന്നത് നമുക്ക് നോക്കാം. അപ്പം ഈ ടോപ്പിക്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്താണ്? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ 3 സെക്ടേഴ്സ് ഓഫ് ഇക്കണോമി, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. അതിനാണ് നമ്മൾ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അന്ന് വർക്ക് ചെയ്തിരുന്ന ആളുകൾ ഏതൊക്കെ മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, അതിന്റെ ഒരു വിതരണം. അതായത് പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ വ്യവസായം, ടെർഷറി സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും സർവീസ് സെക്ടർ. ഈ 3 മേഖലയിലായിട്ട് എങ്ങനെയായിരുന്നു ആളുകൾ, ഏതിലായിരുന്നു ഏറ്റവും കൂടുതലാണ് വർക്ക് ചെയ്തിരുന്നത്, ഏതിലായിരുന്നു ഏറ്റവും കുറവാണ് വർക്ക് ചെയ്തിരുന്നത്, ഇതൊക്കെ തരുന്ന അതിന്റെ ഒരു വിതരണം കാണിക്കുന്നതാണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മളത് നോക്കുമ്പോൾ 70 മുതൽ 75% വരെ ആളുകൾ വർക്ക് ചെയ്തിരുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിലായിരുന്നു. 15 മുതൽ 20% വരെ ആളുകൾ വർക്ക് ചെയ്തിരുന്നത് സർവീസ് സെക്ടറിലും 10% ആളുകൾ മാത്രമായിരുന്നു മാനുഫാക്ചറിംഗ് സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. ഒക്കുപേഷണൽ സ്ട്രക്ചർ അറ്റ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ് റൂൾ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഈ ടോപ്പിക്കിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെയും ചില സ്ഥലങ്ങളിൽ ഇതിന് മാറ്റം ഉണ്ടായിരുന്നു. അന്ന് പ്രസിഡൻസി എന്ന് പറഞ്ഞാൽ അറിയാലോ, മദ്രാസ് പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, അങ്ങനെ കുറെ പ്രസിഡൻസികൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ പ്രസിഡൻസികളിലൊക്കെ സർവീസ് സെക്ടറിലും മാനുഫാക്ചറിംഗ് സെക്ടറിലും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുകയും കാർഷിക മേഖലയിൽ കുറവുമായിരുന്നു. എന്നാൽ ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അഗ്രികൾച്ചറൽ സെക്ടർ തന്നെയായിരുന്നു കൂടുതൽ. അപ്പം കൂടുതൽ നമ്മൾ ആസ് എൻ ഇന്ത്യ മൊത്തം നോക്കുമ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുതലാണ്. സർവീസ് സെക്ടറും മാനുഫാക്ചറിംഗ് സെക്ടറും അന്നേ കാലത്ത് കുറവായിരുന്നു. അപ്പം ഇതാണ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തുള്ള ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരുന്നു, നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഫെസിലിറ്റീസ്. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ റോഡ്, റെയിൽവേ, എയർവേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെട്ടിരിക്കുന്നത്. ആദ്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ റോഡ്സ്. അന്ന് നമുക്കുണ്ടായിരുന്ന റോഡ്സ് വെർ നോട്ട് ഫിറ്റ് ഫോർ ട്രാൻസ്പോർട്ട്. നമുക്ക് സഞ്ചരിക്കാനായിട്ട് അത്ര നല്ല റോഡ് ആയിരുന്നില്ല, കൺജസ്റ്റഡ് ആയിരുന്നു. ഇറ്റ് വാസ് ഹൈലി ഇനാഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഒട്ടും പോരായിരുന്നു അന്നത്തെ റോഡുകൾ.
പിന്നെ അന്ന് ബ്രിട്ടീഷുകാർ മെയിനായിട്ട് റോഡ് പണിത് രണ്ട് ആവശ്യത്തിനാണ്. ഒന്ന്, ഫോർ മൊബിലൈസിങ് ആർമി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഈ പടയാളികളെ സൈന്യത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറ്റാനായിട്ട് അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയായിരുന്നു റോഡ് പണിതിരുന്നത്. രണ്ടാമതായിട്ട് റോ മെറ്റീരിയൽസ്, നമ്മുടെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളെ നിയർ ബൈ റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ പോർട്ടിലേക്കോ ഒക്കെ ട്രാൻസ്പോർട്ട് എത്തിക്കാനായിട്ടും ഈ റോഡ് ഉപയോഗിച്ചിരുന്നു. അതിനാണ് മെയിൻ ആയിട്ട് ബ്രിട്ടീഷുകാര് റോഡ് ഉണ്ടാക്കിയത്. അല്ലാതെ ഇന്ത്യക്കാർക്ക് നന്നായിട്ട് യാത്ര ചെയ്യാൻ കഴിയണം അങ്ങനെ ഒരു ഉദ്ദേശം ബ്രിട്ടീഷുകാർക്ക് ഒന്നാമതായിട്ട് ഇല്ലായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. റോഡ്സിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറയണം. റെയിൽവേ രണ്ടാമത്തെ കാര്യം. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ലൈൻ വന്നത് 1850-ലാണ്. ഫസ്റ്റ് ട്രെയിൻ ഓടിയത് 1850-ലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്, ഏത് വർഷം വന്നുള്ളത്. അപ്പം 1850 അതിന്റെ ആൻസർ. ബോംബെ ടു താനെ ആയിരുന്നു ആ റൂട്ട്. ആ വർഷം പ്രത്യേകം ഓർത്തുകൊള്ളുക, 1850. അപ്പൊ ഇന്ത്യയിൽ റെയിൽവേ വന്നതോടുകൂടി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. ഒന്നാമത്തെ കാര്യം, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, ദീർഘദൂര സഞ്ചാരത്തിന് സഹായിച്ചു. രണ്ടാമത്തെ കാര്യം, ടു ബ്രേക്ക് ദ ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ സംസ്ഥാനങ്ങൾക്ക് കുറുകെയുള്ള ആ ഒരു ബാരിയർ ഉണ്ടല്ലോ, ആ ഒരു ബൗണ്ടറി ഇല്ലേ, അതെല്ലാം കടന്ന് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഒട്ടനവധി സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതാണ് ടു ബ്രേക്ക് ദ ജിയോഗ്രഫിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട്, ഫോസ്റ്ററിങ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചു മുമ്പ് അഗ്രികൾച്ചറൽ മേഖല നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഫുഡ് ക്രോപ്സിൽ നിന്ന് മാറി ക്യാഷ് ക്രോപ്സിലേക്ക് വരിക. അപ്പം ഈ ക്യാഷ് ക്രോപ്സ്, കോട്ടൺ, ജൂട്ട്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ. ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമുക്ക് ട്രെയിനൊക്കെ റെയിൽവേ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ കൂടുതലും ബ്രിട്ടീഷുകാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. അടുത്തായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇത്രത്തോളം എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിട്ട് പോലും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ഇക്കണോമിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ മൂലമുണ്ടായ എക്കണോമിക് ലോസ്. നമ്മുടെ സാമ്പത്തിക നഷ്ടം ഒരുപാട് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പോർട്ട്, കയറ്റുമതി ഉണ്ടായിട്ട് പോലും നമുക്ക് ഗുണം ലഭിക്കാത്തതിന്റെ കാര്യം നമ്മളിൽ നിന്ന് ഒരുപാട് സാമ്പത്തിക നഷ്ടം, നമ്മുടെ റിസോഴ്സസ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി മെയിനായിട്ട് പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. രണ്ട് കാര്യം കൂടെ മാത്രം ബാക്കിയുണ്ട്. നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് 1837 വന്നത്. അതുപോലെ ടാറ്റ എയർലൈൻസ് പറഞ്ഞ നമ്മുടെ ഏവിയേഷൻ സെക്ടറിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ എയർലൈൻസ് വന്നത് 1932-ലാണ്. ഇങ്ങനെ പതുക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് വന്നത്. ടെലിഗ്രാഫ് വന്നതും ഈ പറഞ്ഞ മാതിരി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഏകദേശം ആ ഒരു സമയത്ത് തന്നെയാണ്. 1837 ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ടെലിഗ്രാഫ് സർവീസുകൾ വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ ഇക്കണോമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിരിക്കുന്നു. ഈ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഓരോരോ പോയിന്റുകളും നിങ്ങൾ ആ പോയിന്റ് വൈസ് മാത്രം പഠിച്ചാൽ മതി. ഒരു പോയിന്റ് എഴുതി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ചാപ്റ്ററിനെ പറ്റി, ഫസ്റ്റ് ചാപ്റ്റർ എക്കണോമിക്സിലെ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ആൻഡ് മോർ വീഡിയോസ് ഫ്രം മൈ ചാനൽ Hello+1. Bye.